അപ്പോൾ ഈ പൊടിയൊക്കെ കയറാതിരിക്കാൻ വേണ്ടി പൊടി നല്ലതാണ്. ഈ മൂക്കിലുള്ള രോഗം അത് മിക്കവാറും നമ്മൾ വളരുമ്പോൾ നമ്മൾ കത്തിലേക്ക് വെച്ച് കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ മൂക്കിലുള്ള രോഗം കാരണം ഇവിടെ മൂക്ക് ഇവിടെ ഭാഗം എത്ര വ്യത്യാസമുണ്ട് മൂക്ക് വായോട്ട് ഒരു ഇത്ര വ്യത്യാസമുണ്ട്. ഈ മൂക്കിൽ കിളിക്കുന്ന രോഗം നമ്മുടെ വായിലാണ് വിളിച്ചിരുന്നെങ്കിൽ ചോറുണ്ടപ്പോൾ പായസം പിടിക്കുന്നതിന് ചായ കുടിക്കുന്ന ചില ഈ താടിയൊക്കെയുള്ള ആൾക്കാർ താടിയൊക്കെ പൊക്കി വെച്ചിട്ട് കടയുടെ കലാന്ത പൊക്കി വെച്ചിട്ടാണ് കഴിക്കുന്നത് അല്ലേ ചോദ്യം കുറ്റം പറയുകയല്ല. അപ്പൊ ഈ മൂക്കിലൂടെ കിളിക്കുന്ന രോഗം വായിലാണ് വിളിച്ചെങ്കിൽ നമ്മളെങ്ങനെ ഇരിക്കുകയാണ് നിങ്ങളെല്ലാം കൂടെ അല്ലേ ചോദ്യം. തമ്പുരാൻ നമ്മുടെ ഐശ്വര്യവും സമത്വവും ചന്തവും ഉയരമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് പിരിയൊക്കെ പഠിച്ച് അത് വിയർപ്പെല്ലാം കടിഞ്ഞാകത്ത് ഇറങ്ങി കഴിഞ്ഞാൽ വയസ്സുകാർക്ക് പിന്നെ കൊച്ചുമക്കൾ പിടിച്ചുകൊണ്ടൊക്കെ കൊച്ചുമക്കളൊന്നും കാണുന്നില്ല. അവർ കാരണേ അമേരിക്കൊക്കെ ആയിരിക്കും അല്ലേ ആരും കാണുന്നില്ല. തമ്പുരാൻ വെച്ചിരിക്കുന്നതൊന്നും വ്യവസ്ഥകൾ മാറ്റരുത്. പോട്ടെ ഇവിടെ ആമേൻ. ഞാൻ ഈ സോഷ്യൽ എത്തിക്സ് പഠിപ്പിക്കാൻ വന്നത് വചനം പറയുകയാണ്. യേശുവിന്റെ അടുക്ക വന്നപ്പോൾ സ്ഥലമില്ലെങ്കിലും പക്ഷപാതക്കാർക്ക് തിരിച്ചു പോയില്ല. അത് വീട് പൊളിച്ച് ആമേൻ ഇറക്കി വയ്ക്കാൻ അവരോട് പറഞ്ഞു കാണും. അവരെ ഇറക്കി വെച്ചു. യേശു വിളിച്ച വിളിയാണ് മകനെ ഞാൻ നിന്റെ പാപത്തെ ഇടച്ചിരിക്കുന്നു. അപ്പോൾ പരീക്ഷന്മാർക്ക് സംശയം ഇവൻ ആര് പാപത്തെ ഇടയ്ക്കാൻ അധികാരം കിട്ടും. ഇന്ന് പലർക്കും സംശയമുണ്ട്. യേശു എന്ന ദൈവത്തിന് ഒരു മനുഷ്യന്റെ പാപത്തെ ഇളയ്ക്കാൻ അധികാരമുണ്ടോ? ഈ സംശയം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് മനസ്സിലാക്കുക. നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത് യേശു മനസ്സിലാക്കുക. നിനക്ക് മാത്രമേ ചിന്തയുള്ളൂ. കർത്താവ് നിന്റെ ചിന്തകളെ നിന്റെ ശബ്ദത്തിൽ മനസ്സിലാക്കുന്ന ആമേൻ മഹായന്ത്രമാണ് കർത്താവ് എന്ന കാര്യം മറന്നുപോകുന്നത്. ഇപ്പോഴല്ലേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നല്ലേ അറിയാലോ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് എടുത്താൽ അതിന് സ്വിച്ച് മലയാളം കിട്ടും. ഏത് ഭാഷയിൽ നിങ്ങൾക്ക് വായിക്കാം. പക്ഷേ നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ ശബ്ദത്തിൽ വായിക്കുന്ന വിഷയം കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഹലോ, ഇപ്പൊ ഈ പാസ്റ്റർ എന്നെ കുറിച്ച് ചിന്തയുണ്ട് അല്ലേ? പാസ്റ്റർ എന്നെ കൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞതൊക്കെ പാസ്റ്റർ തലയാട്ടുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. അദ്ദേഹം വചനം സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ ചിന്ത എനിക്കറിയത്തില്ല. അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ചിന്ത അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ കർത്താവ് കേട്ടോണ്ടിരിക്കും. കർത്താവ് ഭയങ്കര കേട്ടില്ലേ? കെട്ടിപ്പിടിച്ചല്ല കട്ടറെ കൊണ്ടിടാതിരിക്കാൻ വേണ്ടിയാണ് കെട്ടിപ്പിടിച്ചേക്കുന്നത്. അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മളിതിൽ ഭയങ്കര. പക്ഷെ ആ ഭാര്യയുടെ ഭർത്താവിന്റെ ചിന്ത കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്രം ഒരു അധ്യാപകൻ, ഒരു പാസ്റ്റർ, ഒരു വിശ്വാസി നമ്മുടെ ചിന്തകളെ കാണുന്ന കർത്താവിന് മുമ്പിലാണ് പോയി നിൽക്കേണ്ടത്. അപ്പം നമ്മളെ പേപ്പർ കട ഓൺ ചെയ്യുമ്പം നമ്മൾ ചിന്തിച്ചത് സംസാരിച്ചില്ല, ആരോടും പറഞ്ഞില്ല. ചിന്തകൾ നിങ്ങളുടെ ശബ്ദത്തിൽ കേൾക്കുന്നതാണ് യേശു. പേടി തോന്നാം, രസം തോന്നുന്നത്. രസം സാമ്പാർ പിന്നെ കിട്ടും രസം. പക്ഷേ ഭയക്കണം കർത്താവ്. നമ്മുടെ ചിന്തകൾ ആകാത്ത ചിന്തകൾ വന്നാൽ അതിനെ അബോർട്ട് ചെയ്ത് കളയണം അല്ലേ? മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നില്ല. സ്വതന്ത്രം നമ്മുടെ ചിന്തകൾ പോലും നമ്മുടെ ശബ്ദത്തിൽ കേൾക്കുന്നവരാണ് യേശു. ഇത് കേട്ടപ്പോൾ ആലോചിക്കുമോ കർത്താവ് ഞാൻ ചിന്തിച്ചത് കർത്താവ് എല്ലാം അറിഞ്ഞെങ്കിൽ എനിക്കിനി സ്വതന്ത്രം എല്ലാം ഏറ്റു പറഞ്ഞാൽ മതി. കർത്താവ് എന്റെ കുറവുകൾ ക്ഷമിക്കുന്നു. ഇന്നു മുതൽ ആകാത്ത ചിന്തകളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തെ ഏൽപ്പിക്കണം. ആമേൻ. ഇവിടെ നോക്കി ആ യേശു കർത്താവ് വീട് പൊളിച്ചിറക്കി വെച്ചിട്ട് പക്ഷപാതക്കാരോട് ഞാൻ നിന്റെ പാപത്തെ ഇടച്ചു തരുന്നു പറഞ്ഞപ്പോൾ ഈ പരീക്ഷന്മാർക്ക് സംശയം. ഒരു മനുഷ്യന്റെ പാപത്തെ ഇടയ്ക്കാൻ ഈ യേശുവിന് ആരധികാരം കൊടുത്തു? യേശുവിന് അധികാരമുണ്ടെന്ന് അറിയാമെങ്കിൽ യേശു എന്താ പറഞ്ഞത്? ഞാനിപ്പോ ഈ മനുഷ്യനോട് പറയുന്നു, ഇതാണ് കട്ടിന് കൂടി, ഇത് കട്ടിലാണ്, ഇതാണ് പക്ഷപാതക്കാരൻ. ഈ പക്ഷപാതക്കാരൻ എനിക്ക് അവിടെ വർഷങ്ങളായി. പക്ഷെ യേശു പറയുകയാണ്, പക്ഷപാതക്കാരൻ എന്നല്ല വിളിച്ചത്, മകനെ ഞാൻ നിന്റെ പാപങ്ങൾ അച്ഛനിരിക്കുന്നു, നീ എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്കുക. കട്ടിൽ എത്രയോ വർഷമായിട്ട് കട്ടിൽ കിടത്തിയിട്ട് വീട്ടുകാരൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകും. ഇവൻ കട്ടിൽ കിടക്കുക. രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ അവൻ വീട്ടിൽ കിടക്കും, മറ്റുള്ള സിനിമ കാണാൻ പോകും, ഉത്സവം കാണാൻ പോകും. ഇവൻ എന്നും ഈ കാട്ടിലാണ്, തൈലവും കട്ടിലും അല്ലേ? ഇവൻ കിടക്കുകയാണ്, ഇവന് തളർത്തിയിട്ടിരിക്കുന്ന കട്ടിലാണ്. അപ്പം വർഷങ്ങളായി കിടന്ന കട്ടിൽ നടുവൻ ബലമില്ലാത്തവൻ, ഒരു വർഷം കടന്നു പോയവൻ 4 പേരുടെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് കട്ടിലെടുക്കണം. നടക്കും 4 പേര്. അപ്പൊ ചോദ്യം നോക്കിക്കൊണ്ടിരിക്കണം, ഇവൻ ജനിച്ചു പോയാലും പ്രശ്നമാണ്. ഇയാളെ അല്ലേ പൈസ കിട്ടുന്നില്ല അല്ലേ? ദൈവമക്കളെ സഭയിൽ ചിലർ എഴുന്നേറ്റാലും ചിലർക്ക് പ്രശ്നമാണ് അല്ലേ? പൈസ പോകില്ലേ? ഒരാളെങ്കിലും ശിശുവിലേക്ക് മനസ്സിലാവുള്ളൂ.
ആമേൻ. സത്യം. ദൈവമക്കളെ, നമ്മളെ ആരും വളർത്തിയതല്ല, നമ്മളെ കർത്താവ് വളർത്തിയത്. നമ്മളെയൊക്കെ തളർത്താൻ ഒരുപാട് പേരുണ്ടായിരുന്നു. നാട്ടുകാരും ബന്ധുക്കളൊന്നുമല്ല, സുവിശേഷ ഗോളത്തിനകത്തുണ്ടായിരുന്നു, കൂടെ നിൽക്കുന്നവരുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ നടുവിലും അവരെക്കാളും വലുതായിട്ട് വളർത്തുവാൻ യേശു മാത്രമേ ഉണ്ടായിരുന്നു. അമേരിക്ക മണമണ്ണ നേടിയതല്ല. ആമേൻ. അമേരിക്ക മണമണ്ണൊന്നും നേടിയതല്ല. ഞാൻ പറയാം, എനിക്കുണ്ടായിരുന്ന വീടും വീടും കർത്താവിന് വേണ്ടി കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിച്ച വ്യക്തിയാണ് ഞാൻ. എന്ന് ചോദിക്കത്തില്ല, നിങ്ങൾക്ക് എത്ര കോടി രൂപ അമേരിക്കയിൽ നിന്ന് കിട്ടി, ഒരാളെ കൊടുത്തപ്പോൾ എത്ര കിട്ടി? എന്നാ പിന്നെ എല്ലാം കൂടെ വാ സ്വന്തം. ഈ കൊടുത്തവരെങ്കിലും നമുക്ക് കോടീശ്വരന്മാരായോ? പൈസ മാറ്റിട്ട് പാസ്പോർട്ട് കോടീശ്വരനാണോ? പാസ്പോർട്ട് അവസ്ഥ പാസ്പോർട്ട് അറിയാം, പാസ്പോർട്ട് വീട്ടുകാരൊക്കെ അറിയാം. എനിക്ക് കുറച്ചൊക്കെ അറിയാം. നിങ്ങൾ 2 ദിവസത്തെ 1, 2, 3 ഇത് 4ാമത്തെ കാഴ്ചയാണ് അല്ലേ? 3 ദിവസത്തെ 3 പ്രാവശ്യം ഇവിടെ മീറ്റിംഗ് വന്നു. പിന്നെ ഞാൻ നിങ്ങളുടെ സംഘടന ആലപ്പുഴയിൽ മീറ്റിംഗ്, പിന്നെ അച്ഛനൊരു ഉപവാസ പ്രാർത്ഥനയോ വിളിച്ചു വന്നു. ഇന്നിപ്പോൾ അദ്ദേഹത്തിൽ ഞാൻ 4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇത് 4ാമത്തെ പ്രാവശ്യം. പക്ഷേ കുറച്ചൊക്കെ അറിയാം. ദൈവമക്കളെ, ഇത് കാശ് കിട്ടുന്ന മാർഗമൊന്നുമല്ല. ഇന്നത്തെ മോഡലിക്കാൻ പറ്റില്ല. സ്വതന്ത്രം. ഞാൻ ഇൻഷുറൻസിന്റെ ഡെവലപ്മെന്റ് ഓഫീസറായിരുന്നു. ഹലോ, ഉറങ്ങരുത്. സ്വന്തമായിട്ട് കാരക്കുണ്ടായിരുന്നു. എൻ്റെ ഫാദർ പള്ളിക്ക പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. എൻ രാമേന്ദ്രൻ പിള്ള മരിച്ചുപോയി. എന്നെ വെച്ചാൽ അറിയാം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവായിരുന്നു. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. സ്കൂളിന്റെ PTA പ്രസിഡന്റ്, ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ആമേൻ. അപ്പം തന്നെ അദ്ദേഹം കഥകളി നടനായിരുന്നു. പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മരിച്ചിട്ട് ഇപ്പോൾ 3-4 വർഷമായി. എൻ്റെ ഇളയ സഹോദരി ഇപ്പോഴും പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്. സ്വന്തം. പക്ഷേ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതല്ല കർത്താവിനെ അറിഞ്ഞത്. ആമേൻ. ഇതെല്ലാം ഉണ്ടായിരുന്നപ്പോഴും അതെല്ലാം ചപ്പും ചവറും അതിനേക്കാളും വലുത് യേശുവാണെന്ന് മനസ്സിലാക്കണമാണ് സ്വന്തം വീട് കർത്താവിനെ വിലയ്ക്ക് വേണ്ടി കൊടുത്തിട്ട് വാടക വീട്ടിൽ പോയി താമസിക്കുന്നു. അമേരിക്കുന്ന പൈസ ഒന്നും കിട്ടിയില്ല. എന്നാ പിന്നെ വാടക വീട്ടിൽ പോകണമായിരുന്നു സ്വന്തം. പക്ഷെ ഇന്ന് വാടകയ്ക്കല്ല. എൻ്റെ വീട്ടിൽ അദ്ദേഹം വന്നിട്ടുണ്ട്, സഭയിൽ വന്നിട്ടുണ്ട്. ആമേൻ. വാടകയ്ക്ക് താമസിച്ച സ്ഥാനത്ത് ആമേൻ ഇന്ന് സ്വന്തമായിട്ടൊരു കൊച്ചു വീട്, 5 സെന്റ് ഓട്ട വീടും കൂടെ പണ്ട് 22 വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിക്കാൻ ദൈവം സഹായിച്ചു. വാട്ടപ്പാണ്. പക്ഷെ ആ സ്ഥലത്ത് ആ ഓടൊക്കെ എടുത്ത് മാറ്റിയിട്ട് അല്ലേ കുറച്ചും കൂടെ ആമേൻ നല്ല വീട് വയ്ക്കാൻ ദൈവം സഹായിച്ചു. ആ വീട്ടിന് മുമ്പിലാണ് സഭ തുടങ്ങിയത്. ചെറിയ 2 തെങ്ങുണ്ടായിരുന്നു. വെട്ടിക്കളഞ്ഞിട്ട് മുറ്റത്താണ് ചീറ്റിട്ടിട്ട് ചർച്ച ആരംഭിച്ചു. പക്ഷേ അത് അവിടെ പറ്റാതെ വന്നപ്പോഴത്തേക്കും അതിൻ്റെ കുറച്ചും കൂടെ അപ്പുറത്തോട്ട് മാറി പാസ്റ്റർ വന്ന സ്ഥലത്ത് 21 സെന്റ് സ്ഥലം വാങ്ങിച്ച് മാന്യമായൊരു സഭ കാള് വയ്ക്കാൻ ദൈവം സഹായിച്ചു. സ്വതന്ത്രം. ആമേൻ. മോള് 2 മോളുണ്ട്. അപ്പോൾ അവർക്ക് ഒരു വീട് വാങ്ങിക്കാൻ സഹായിച്ചു. ആമേൻ. അവിടെ പാസ്റ്റർ മോളൊക്കെ വന്നായിരുന്നു? ഇല്ല, അടുത്തുണ്ട്. ചർച്ചിൻ്റെ വീട്ടിലെ ഇടയ്ക്ക്. സ്തോത്രം. അവർ പോയി അമേരിക്ക് വരിക. അപ്പോൾ നോക്കി, ഞാൻ എൻ്റെ വീട് കർത്താവിന് വേണ്ടി കൊടുത്തിട്ട് കടത്തിന്മേലാവുമെന്നാണ് എൻ്റെ മാമ എന്നോട് പറഞ്ഞത്. പക്ഷേ പറഞ്ഞ മാമ കടത്തിന്മേലായി. ആമേൻ. ഞാൻ കടത്തിന്മേലായില്ല. ആമേൻ. എനിക്കിന്ന് ഒരു മാസത്തിൽ ഒരു വർഷത്തിൽ 3 കെട്ടിടത്തിൻ്റെ കരവടക്കണം. ഒന്ന് സഭയുടെ ചർച്ചിൻ്റെ കെട്ടിടത്തിൻ്റെ കരം, മറ്റത് കൂടരക്കുള്ള വീടിൻ്റെ കരം. സ്വതന്ത്രം. ദൈവത്തിന് വേണ്ടി നീ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ അതിന് പച്ചവെള്ളം മരുന്നായിട്ടാണല്ലേ? പച്ചവെള്ളം മരുന്നല്ല അർത്ഥം. നിനക്ക് നിവർത്തിയില്ലെങ്കിൽ പച്ചവെള്ളം കൊടുത്താലും പ്രതിഫലമുണ്ട്. എനിക്ക് അല്ലേ മറ്റേ എന്താണ് പാരക്സോ അതിനെ പറ ഓൻവിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ അതിന്റെ പ്രതിഫലം കിട്ടും. കരിക്ക് വെള്ളം വാങ്ങിച്ചു കൊടുത്താൽ അതിന്റെ പ്രതിഫലം കിട്ടും. 50 രൂപ കൊടുത്താൽ കരിക്ക് കിട്ടും അല്ലേ? കരിക്ക് കൊണ്ട് വന്ന് എന്താണ് കരിക്ക് നീ കഴിച്ചോ? എന്നാ വെള്ളം 10 ദിവസം കൊടുത്താൽ കരിക്കിന്റെ വെള്ളത്തിന് പച്ചവെള്ളത്തെക്കാളും വലിയ കരിക്കിന്റെ വെള്ളം അല്ലേ? അവിടെ കൊടുത്താൽ കൂടെ കിട്ടും. സ്വന്തം ബലേറിയ അപ്പം കൊടുക്കുന്നതാലും കൊണ്ട് കൊടുക്കാൻ പഠിച്ചോണ്ട് സ്വന്തം ബലേറിയ അപ്പനെക്കാളും ഞാൻ കൊടുക്കുന്ന വ്യക്തിയായിട്ട് വളരാൻ എന്നെ കർത്താവ് നീ വലുതാക്കുന്നതിന് ഇപ്പോഴേ നീ പ്രാർത്ഥിച്ചാൽ അത് ദിവസമാണ്. സ്വന്തം അല്ലേ? 3 വയസ്സുള്ള പിള്ളേരെ ഓറഞ്ചിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വൈകുന്നേരത്ത് ഓറഞ്ചുമായിട്ട് അടുത്ത പരിചയമില്ലാത്ത അമ്മച്ചിമാർ വന്ന് ചരിത്രങ്ങളുണ്ട്. ദൈവങ്ങളെ, നാം പറയുന്നതും പ്രാർത്ഥിക്കുന്നതുമാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഒന്നുകൂടെ പറയാം, നിങ്ങൾ ഇപ്പോൾ ഇതുവരെ ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളെ ഇതിലാക്കിയത്. ഇന്ന് നിങ്ങൾ ഇന്നലെ ചിന്തിച്ചതാണ് ഇന്ന് നിങ്ങൾ ആയിരിക്കുന്നത്. നാളെ നിങ്ങൾ എന്താവും എന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന വിഷയം. സ്തോത്രം. ആമേൻ. യുവർ തോട്ട്സ് ആർ യുവർ ഫൗണ്ടേഷൻസ്. നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ചിന്തകളും ആമേൻ പ്രവർത്തനങ്ങളുമാണ്. ചിന്തിക്കുന്നതിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇപ്പൊ വെട്ടിക്കാല SBI ബാങ്ക് ഒന്ന് കൂട്ടിക്കോ. SBI ബാങ്ക് ഓടിക്കണമെന്ന് എനിക്ക് ചിന്തിച്ചാൽ 2 മാസം 3 മാസം യാത്രകൾ ആലോചിക്കും. ബാങ്കിൽ നിന്ന് കാരണം
അതിൻ്റെ ക്യാമറ എവിടെയാണ്, അതിൻ്റെ എന്താ സ്ട്രോങ് റൂം എവിടെയാണ്, അല്ലേ? അപ്പം ചിന്തിച്ചാലേ പറ്റുള്ളൂ. അപ്പം ചിന്തിക്കുന്നതാണ് പ്രവർത്തിക്കുന്നത്. കള്ളന്മാരാണ് ഇവിടെ ചിന്തിക്കുന്നത്. പോലീസിനെ കൂടെ കണ്ടിട്ടുണ്ടല്ലേ, പോലീസിന്റെ കൈ പിടിക്കാതെ ക്യാമറ പിടിക്കാതെ. അപ്പൊ നോക്കിയ പോലീസുകാരെക്കാളും ബുദ്ധിയുണ്ടെങ്കിൽ കള്ളനാവാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ അവൻ കള്ളനാണ് നല്ലതെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശു കർത്താവിനെ നീ ചിന്തിച്ചാൽ നിന്റെ ചിന്തകൾ കർത്താവിന്റെ സന്നിധിയിൽ നാളെ പ്രവർത്തികളായിട്ട് മാറും. അപ്പൊ നമ്മൾ ഇതുവരെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ ചിന്ത കാണുന്ന കാര്യം മറക്കരുത്. അതിന് ഭാര്യ മക്കളായാലും കുറ്റമുള്ള ഒരു കാര്യമില്ല. പാസ്റ്റർ അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ. അതൊന്നും നല്ല കാര്യം നിന്റെ കയ്യിൽ പോകേണ്ടത്. ചിലപ്പോഴും പാടത്തില്ലേ എന്ന് തീരുമോ, അല്ലെ വേദന, അല്ലെ? അപ്പൊ ഞാൻ പറയും കയ്യിൽ പോകാനേ മതി, അപ്പഴേ മാറും വേദന. ദൈവമക്കളെ, ദൈവം ആർക്കും കടക്കാറുണ്ടായിരുന്നു. എത്ര പണി കിടക്കേണ്ടി വന്നാലും പട്ടിണിയൊക്കെ കിടക്കേണ്ടി വരും. പക്ഷെ അവൻ ഒരിക്കൽ ഞാൻ സാക്ഷ്യം എല്ലാം കൂടെ പറയാൻ സമയമില്ല. എനിക്ക് മാനുവാടി ജോലി ഉണ്ടായിരുന്നു. ഇൻഷുറൻസിന്റെ ഡെവലപ്മെന്റ് ഓഫീസറായിരുന്നു. മാതൃ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. മാന്യമായ ഒരു സ്ഥാനവുമാനമൊക്കെ വീട്ടിലുണ്ടായിരുന്നു, നാട്ടിലുണ്ടായിരുന്നു. പള്ളിക്കൽ ദൂരമൊന്നുമല്ല, ഈ പള്ളിക്കലാണ്. തിരുമാനൂർ പള്ളിക്കൽ. ഇവിടെ നമ്മൾ പോയാൽ ഓരിയ വഴി നമ്മൾ പോയാൽ വെളിയം, അല്ലേ? ഒലിയപ്പള്ളി പള്ളിക്കൽ, ഓരിയപ്പള്ളി കയറും പള്ളിക്കലായി. പാലക്കാട് സ്കൂളിലാണ് പഠിച്ചത്. പാലക്കാട് സ്കൂളിന്റെ PT പ്രസിഡന്റ് എൻ്റെ അച്ഛൻ എത്രയോ വർഷം. അവിടുത്തെ താഴെ കലാമണ്ഡലത്തിലുണ്ട്. അതിൻ്റെയൊക്കെ പ്രവർത്തന അച്ഛനൊക്കെ പണ്ട് പോട്ടെ. അതൊരു പാരമ്പര്യം. അത് പറയല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ആമേ സ്വന്തം എന്താ പറയാൻ വന്നത്? എന്താ പറഞ്ഞു വരുന്നത്? സ്വന്തം നമ്മൾ ചിന്ത. അതായത് നമ്മൾ അമ്മയെ സ്വന്തം നിങ്ങൾ ഇന്ന് വരെ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ ചിന്ത. ഞാൻ പറയാൻ വന്നത് അതുമല്ല. അതായത് ഞാൻ കാറക്കണ്ടായിരുന്ന സമയത്ത്, കാറക്കണ്ട എറണാകുളത്താണ് എൻ്റെ ഓഫീസിൽ, SCS എറണാകുളം. സ്വന്തമായിട്ട് ഡ്രൈവറൊക്കെ വെച്ച് നമ്മുടെ ഇൻഷുറൻസിൻ്റെ ഡെവലപ്മെന്റ് പറഞ്ഞാൽ കുറേ ഫീൽഡ് വർക്ക് ചെയ്തു. താഴെ ഏജൻസ് ഒക്കെ ഉണ്ട്. അവർ ചെയ്ത കമ്മീഷൻ നിങ്ങൾക്കറിയാമല്ലോ. ഈ LIC എന്ന് പറയുമ്പോൾ അതിൻ്റെ കമ്മീഷൻസ് ഒക്കെ ഉണ്ട്. എന്ന് പറയുമ്പോൾ ആര് ചെയ്താലും നമ്മളെ താഴെയുള്ള ഏജന്റുമാരെ വർക്ക് ചെയ്ത് പോളിസി എടുത്താലും അതിൻ്റെ കമ്മീഷൻ അതിൻ്റെ ഡെവലപ്മെന്റ് ഓഫീസർ കിട്ടും. നമ്മളും അതേപോലെ ജയിപ്പിച്ചാണ്, ടീം ലീഡറാണ്. അങ്ങനെ ഒരുപാട് പ്രവർത്തകരുണ്ടായിരുന്നു. ഞാൻ എറണാകുളത്തായിരുന്നു നിങ്ങളുടെ ഓഫീസിൽ. പിന്നെ എൻ്റെ മണ്ഡലത്തിൽ ഉണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് കാറൊക്കെ ഉണ്ട് എൻ്റെ സാധനം. പക്ഷേ കർത്താവിനെ അറിയാനുണ്ടായ സാഹചര്യം എൻ്റെ അളിയൻ പയ്യൻ ഇരുന്ന് സംസാരിക്കുന്ന കുഴപ്പമില്ല. ഹലോ, ഞാനൊന്ന് ഇരുന്ന് പറയുന്നത് കുഴപ്പമില്ലല്ലോ. ഹലോ, കുഴപ്പമുണ്ടെന്ന് പറയാൻ എനിക്ക് കുഴപ്പമില്ല. സത്യം നമുക്ക് ഒത്തിരി യാത്രയുണ്ട്, ഒരുപാട് യാത്രയുണ്ട്. ഞാനൊന്ന് ഇരുന്ന് പറയാം. ഒത്തിരി കാറ്റ് കിട്ടും, ഇരിക്കുമ്പോൾ ഒത്തിരി കാറ്റ് കിട്ടും. നോക്കിയേ, ഞാനിങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് മാന്യമായി ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വന്തമായിട്ട് കാര്യങ്ങളുണ്ട്. എൻ്റെ മോന് മാത്രമല്ല, മോളായിട്ടില്ല ആ സമയത്ത്. സോറി. നോക്കിയോ, അവിടെ മാറ്റി വെച്ചു കുഴപ്പം. എനിക്കെല്ലാം കണ്ടാൽ മതി. സ്വന്തം നീ മാറിയോ അന്ന് സ്വന്തം. ഓക്കെ. അപ്പം നോക്കിയേ, അവിടെ മനസ്സിലാക്കണം, ആ മാന്യമായ ജോലിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഭാര്യയുടെ സഹോദരൻ, അവൻ നേവിയിൽ വിശാഖപട്ടണത്തിലുണ്ടായിരുന്നു. അവൻ എനിക്ക് എന്ന് പറഞ്ഞാൽ എന്നെക്കാളും 14 വയസ്സിന് ഇടയിലാണ്. അത് 3 മാസത്തേക്ക് വീട്ടിൽ വന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, അളിയന് ഒരു പുസ്തകം തന്നു. പുസ്തകം പറഞ്ഞു അളിയത് വായിക്കണം. അതൊരു പുതിയ പുസ്തകമായിരുന്നു, ചുവന്ന പഴയുള്ള പുതിയ. എന്നിട്ട് കാസറ്റ് എന്ന് പറയും പഴയ കാലത്താണ്, ഇപ്പോഴല്ല, 29 വർഷം മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞത്. വീഡിയോ കാസറ്റ്. അന്നത്തെ കാലത്ത് ഈ VCP, അന്നത്തെ ഈ ലാപ്ടോപ്പും കാര്യങ്ങളൊന്നുമില്ല, മൊബൈലുകളും ഇല്ലെന്ന് അന്നില്ല. വരെ നമ്മുടെ മറ്റേ പരിപാടികളുണ്ട്. അപ്പോൾ ഈ യേശുവിൻ്റെ ഒരു സിനിമ, അത് ജീസസ് എന്നുള്ള സിനിമ അല്ല, അതിന് മുന്നേയുള്ള മഷിക പുരാണം എന്ന് പറഞ്ഞ പഴയ സിനിമ, അതിൻ്റെ കാസറ്റ് ഇതൊന്ന് കാണണം, ഈ പുസ്തകം വായിക്കണം എന്നെ ഏൽപ്പിച്ചു. ഞാൻ പറഞ്ഞു കൊള്ളാം. ഞാനന്ന് അറിയപ്പെടുന്ന, അല്ലേ, ഇത്തിരി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇത്തിരി അന്നത്തെ കാലത്ത്, അല്ലേ, ഇത്തിരി RSS സ്പിരിറ്റും പിന്നെ സായിബാബയായിരുന്നു ദൈവം എന്ന് വിശ്വസിക്കുന്ന സമയമാണ്. എൻ്റെ മോൻ്റെ പേര് സായി എന്നാണ്. അപ്പോൾ സായിബാബ അങ്ങനെ മരിച്ചുപോയ സായിബാബ, ആന്ധ്രയിൽ പുട്ടവർത്തിയിലുള്ള മുടിയൊക്കെ വളർത്തിയ സായിബാബ, അദ്ദേഹം ദൈവമാണ് എന്ന് വിചാരിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭക്തനായിട്ട് ജീവിക്കുന്ന കാലം. എൻ്റെ വീട്ടിൻ്റെ പേര് സായി ശ്രീ, മോൻ്റെ പേര് സായി. അപ്പോൾ ആ സമയത്ത് യേശുവാണ് ദൈവം എന്നോട് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, നിൻ്റെ ഷൂവിൻ്റെ ആവശ്യം എനിക്കില്ല. എൻ്റെ നോക്കാൻ പറഞ്ഞു, വീട്ടിൽ ഇഷ്ടം പോലെ ഫോട്ടോ ഇരിപ്പുണ്ട്. പക്ഷേ ആ ഫോട്ടോ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ യേശുവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ നിൻ്റെ ഷൂ ഇവിടെ ഇരിപ്പുണ്ട്. യേശു എന്ന് പറഞ്ഞാൽ ഷൂ, അതൊരു ഷൂ ആണ്, അതിൻ്റെ ഉപയോഗമില്ല. കൊണ്ട് ഒരുപാട് ഫോട്ടോ ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കി. പിന്നെ എൻ്റെ ഭാര്യയുടെ സഹോദരനായിട്ട് അവർ കുഴപ്പമില്ല. അവൻ പറഞ്ഞു, അളിയത് ഇതൊന്ന് സിനിമയാണ്, അതൊന്ന് കാണുക, പിന്നെ ഈ പുസ്തകം ഒന്ന് വായിക്കുന്നു. അപ്പോൾ ഞാൻ വാങ്ങിച്ച് ഈ മേശയുടെ അകത്ത് വെച്ചിട്ട് ജോലി ഇന്ന് എനിക്ക് എറണാകുളത്താണ്.
ഒരാഴ്ച കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. ശനിയാഴ്ച ദിവസം വീട്ടിൽ വന്നു രാത്രിയായി. അപ്പോൾ ഞാൻ പത്രം വായിക്കുന്നു. ആ സമയം ഞാൻ വിചാരിച്ചു എൻ്റെ അളിയിൽ വന്ന പണ്ട് ഞാൻ സിനിമ ആണെന്ന് പറയുന്നത് ഒരു ഇന്ന് ഉറങ്ങിയിട്ട് വന്ന പാസ് സിനിമ ആണെന്ന് പോയി അതിലേക്ക് പറയുന്നത് കേട്ടോ. പണ്ടത്തെ കാര്യം കാര്യം. അപ്പോൾ ഞാനിങ്ങനെ അവരുടെ പ്രേമസീനും സത്യനൊക്കെ ആ സിനിമയിലായിരിക്കുന്ന കാലത്ത് നമ്മളിങ്ങനെ കാണാൻ പോകുമ്പോൾ നമ്മളിങ്ങനെ രസിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച ആരോ ഒരാൾ സിനിമയിലെ യേശുവോടെ അഭിനയിക്കുകയും ഇതൊരു സിനിമയെ താടിയൊക്കെ വളർത്തി യേശുവോടെ ഒരാൾ അഭിനയിക്കുന്നത്. അപ്പോൾ യേശു ദൈവമാണെന്നുള്ള സങ്കല്പം അതിൻ്റെ ആ വിചാരം സത്യമൊന്നും എനിക്കില്ല. ആരോ ഒരാൾ ക്രിസ്ത്യാനി, എൻ്റെ ദൈവം സായിബാബയാണ് അല്ലേ, ഞാൻ ഹിന്ദുവാണ് സായിബാബയാണ്, പിന്നെ ഇത് ക്രിസ്ത്യാനിയുടെ ദൈവം എന്ന് കണ്ടു കളയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അന്നത്തെ കാലത്ത് VCP ഒക്കെ ഉണ്ട്, പഴയ VCR VCP ഒക്കെ, അതിനകത്ത് ഈ കാസറ്റ് ഇട്ടിട്ട് ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 മണിയാവും രാത്രി, ഭാര്യ ഉറക്കമായി. ഞാൻ പത്രം വായിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സിനിമ കാണുന്ന പത്രം വായിക്കുന്ന സ്ട്രിക്റ്റാണ്. അപ്പോൾ പത്രവും നോക്കുന്നുണ്ട്, ഇതും നോക്കുന്നുണ്ട്. അപ്പം പത്രമാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്, ഞാൻ ഇടയിൽ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ യേശുവിനെ ക്രൂശിക്കുന്ന രംഗം വന്നു. അപ്പോൾ ഞാൻ നോക്കുന്നുണ്ട്, പക്ഷേ പത്രവും വായിക്കുന്നുണ്ട്. യേശുവിനെ ക്രൂശിക്കുന്ന രംഗം വന്നപ്പോഴത്തേക്ക് സംഭവം ഒന്ന് മാറി. ഞാൻ നോക്കിയപ്പം സാധാരണ സിനിമകളാണെങ്കിൽ മനുഷ്യനായി കിടന്ന് നിലവിളിക്കുന്നു അല്ലെങ്കിൽ എന്നൊക്കെ പറയും. ഇതൊന്നും പറയുന്നില്ല, എല്ലാം സഹിക്കുന്നു. അപ്പോൾ ഇതിന് സിനിമയുടെ രീതിയല്ലല്ലോ സംഭവം. അപ്പോഴാണ് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചത്. പത്രം മടക്കി വെച്ചു. പത്രം മടക്കി വെച്ചാൽ ഞാൻ ഇങ്ങനെ അന്തർവിട്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കയ്യിൽ ആണി അടിക്കുന്നു, അടുത്ത കയ്യിൽ ആണി അടിക്കുന്നു, അല്ലേ, കാലിൽ നിങ്ങൾക്കറിയാൻ അറിയാം, നിങ്ങളിപ്പോൾ ജീസസ് എന്നുള്ള സിനിമയെ കണ്ടതാണ്. അപ്പോൾ ആ രക്തമൊക്കെ താഴേക്ക് ഒലിച്ച് വന്നിട്ടും കർത്താവ് അവരെ കുറ്റം പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. അപ്പോൾ സിനിമ മനുഷ്യൻ്റെ വികാരമൊന്നും അല്ല ഇവിടെ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവസാനം ഒരു ബലവുമില്ല, മരിക്കുന്നൊരു സ്റ്റേജായി. അപ്പോഴാണ് കഴുത്ത് മാത്രം മേലോട്ട് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നെ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ കഴുത്തിൻ്റെ ചരിഞ്ഞ് മരിക്കുന്ന ഒരു ഭാഗം വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു, പത്രമൊക്കെ മടക്കി വെച്ചു. ഞാൻ പറഞ്ഞു, ഇത് ക്രിസ്ത്യാനികളുടെ ദൈവം മാത്രമല്ല, എൻ്റെയും കൂടി ദൈവമാണെന്ന് ഞാൻ പറഞ്ഞു. ആമേൻ ആമേൻ ഹല്ലേലൂയ. വേണുഗോപാലൻ എന്ന് പറഞ്ഞ ആമേൻ ഹല്ലേലൂയ നായർ സമുദായത്തിൽ ജനിച്ചു വളർന്ന് അത്യാവശ്യം ആമേൻ അവിടെയൊക്കെ അറിയപ്പെടുന്നതായിട്ട് വളർന്നു വന്ന് ഞാൻ സ്തോത്രം ഹല്ലേലൂയ ക്രിസ്ത്യാനികളുടെ ദൈവമാണ്, ഇത് മതമാറ്റങ്ങളുടെ ദൈവമാണ്, ഇത് എൻ്റെ ദൈവമല്ല എന്ന് എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഇത് ക്രിസ്ത്യാനികളുടെ ദൈവം മാത്രമല്ല എൻ്റെയും കൂടി ദൈവമാണെന്ന് മനസ്സുകൊണ്ട് സമ്മതിപ്പാനിടയായി. അവിടെ വേറെ സുവിശേഷന്മാരൊന്നും ഇല്ലായിരുന്നു, പാസ്റ്റർമാരൊന്നും ഇല്ലായിരുന്നു. എൻ്റെ അളിയൻ പട്ടാളക്കാരൻ പയ്യൻ തന്നിട്ട് അവൻ്റെ നാട് കൊല്ലം ജില്ലയിലുള്ള പരവൂരാണ്, ഊന്നുംകൂടം എന്ന് പറയും. പരവൂർ ഊന്നുംകൂടം നിങ്ങൾക്കറിയാം, അവിടെയൊക്കെ എപ്പോഴും വണ്ടി പോകുന്നുണ്ട്, പെട്രോളൊക്കെ ഊന്നുംകൂടൊക്കെ വണ്ടി പോകും. സ്വന്തം ആമേ. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് പുസ്തകം തന്നെ ഞാൻ പറഞ്ഞില്ല, നിനക്ക് വട്ടാണെന്ന് പറഞ്ഞു. നിനക്ക് കാരണം നമ്മുടെ കുടുംബത്തിൽ ആരും ഇങ്ങനെ ക്രിസ്ത്യാനി ആയിട്ടില്ല, അപ്പം നിനക്ക് വട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് എനിക്കറിയാം ഈ വട്ട് പകരുന്ന വട്ടാണ്. അവൻ പറഞ്ഞ വട്ട് എനിക്ക് പകർന്നു, എൻ്റെ വട്ട് എൻ്റെ ഭാര്യയ്ക്ക് മകൾക്ക് അല്ലേ സഭയ്ക്കായി സ്വന്തം നിലനിയാണ്. 29 വർഷമായപ്പോഴത്തേക്കും ഇന്ന് LC എന്നൊരു പ്രസ്ഥാനമായി ഞങ്ങളുടെ കൂടെ 34ഓളം ദേവദാസന്മാരുണ്ട്. അദ്ദേഹം കണ്ടിട്ടുണ്ട്, സ്വന്തം നിലനിയ കുറച്ച് പേര് അദ്ദേഹം കണ്ടിട്ടുണ്ട്. തെങ്കാശിയിൽ ഞങ്ങൾക്കൊരു സെൻ്ററുണ്ട്, ട്രിവാൻഡ്രത്തിൻ്റെ സെൻ്ററുണ്ട്, ആലപ്പുഴ ഒരു സെൻ്ററുണ്ട്. ആലപ്പുഴ സഭയിലാണ് അദ്ദേഹം വന്നത്. അവിടെ 4 പാസ്റ്റർമാരുണ്ടായിരുന്നു അല്ലേ, 4 പാസ്റ്റേഴ്സ് അവിടെ ഉണ്ട്. അമ്മേ സ്വത്രം അദ്ദേഹം വന്ന സഭയിൽ 120-130 വിശ്വാസികളുണ്ട്. ഞായറാഴ്ച അന്ന് നൈറ്റ് പ്രേയറാണ് വന്നത്. നൈറ്റ് പ്രേയറിനുണ്ടായിരുന്ന 65 പേര് അല്ലേ, നൈറ്റ് പ്രേയറിന് 65ഓളം പേരുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പം 10-70ഓളം പേർക്കാണ് ഫുഡ് ശരിയാക്കിയത്. ദൈവമക്കളെ, എനിക്ക് അന്ന് പകർന്ന വട്ട് ഇപ്പോൾ ഒരുപാട് പേർക്ക് പകർന്നുണ്ട്. ഈ വട്ടിനെ കുറിച്ച് പറയാണ് ഇവിടെയും വന്നത്. ഈ വട്ടിനെ കുറിച്ച് പറയാണ് ഈ വട്ടിനെ തന്നെ വിളിച്ചത്. സ്വന്തം നമുക്ക് അതിന്റെ പേരിലുണ്ട്, ഇതിന്റെ പേരിലൊക്കെ ഉണ്ട് അല്ലേ. നിന്റെ പേരൊന്നും മാറണ്ട, നിന്റെ നാളും പേരൊന്നും ഇല്ല, പക്ഷേ നിന്റെ ഹൃദയത്തിനകത്താണ് യേശു വരേണ്ടത്. അങ്ങനെ തീർന്നില്ല. ആ കാസറ്റ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഹലോ ആർക്കെങ്കിലും ദേഷ്യം വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ. നിങ്ങൾ കേൾക്കണം, ആ കാസറ്റ് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും തീർന്നില്ല. ആ യേശുവായിട്ട് മരിക്കുന്ന ആ രക്തം ഒലിച്ചിറങ്ങി വന്ന് ഇവർ ചെയ്തതെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് മരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എന്തായാലും ഇത് എൻ്റെയും കൂടി ദൈവമാണ്, ക്രിസ്ത്യാനിയുടെ ദൈവം എന്ന് പറഞ്ഞിട്ട് അപ്പം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പടമൊന്നും തീർന്നു. ആ 1.5 മണിക്കൂറുകളായിരുന്നു, 1.5 മണിക്കൂർ. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് എൻ്റെ അളിയൻ പയ്യൻ പറഞ്ഞ പുസ്തകം ഉണ്ടല്ലോ, അതിരിക്കല്ലേ വീട്ടിൽ. അപ്പോൾ ഇത് ബൈബിളാണെന്ന് പറഞ്ഞുകൂടാ, ഇത് പുതിയ നിയമമാണെന്ന് ഏതൊരു പുസ്തകം നടന്നിരിക്കുന്നത് ഇതിനെക്കുറിച്ച്, ഇത് യേശുവിനെ കുറിച്ച് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നല്ല പുസ്തകമല്ലേ, ഇതെടുത്തൊന്ന് നോക്കാം. പണ്ടൊരു സ്വഭാവം ഉണ്ടായിരുന്നു, പണ്ടാണ്ട് ഇങ്ങനെ മറ്റേ നമ്മുടെ രാമായണം ഭഗവത്ഗീതയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കണ്ണിറുക്കി അടച്ചിട്ട്
അതിന് കിട്ടും നോക്കുന്നത് വായിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് കറങ്ങിക്കൂട്ടിന്ന് പറയല്ലേ. ഉത്തരം PSC ടെസ്റ്റ് എഴുതാൻ നേരത്തെ അറിയാൻ നേരത്തെ പിള്ളേരെ കറങ്ങിക്കൂട്ടിട്ട് നോക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെ ഒരു പോഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പയ്യൻ തന്ന അളിയിൽ തന്ന പുസ്തകം ഇതിനും എടുത്തിട്ട് കണ്ണിറുക്കി അടച്ചു. ഒരു 35 വർഷം വരെ ജീവിച്ചതും മനസ്സിലാക്കിയതും എല്ലാം മാറ്റി വെച്ചിട്ട് 1.5 മണിക്കൂർ ഈ കാസറ്റ് സിനിമ കണ്ടതിനെ വെച്ചിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് പറയുകയാണ് എൻ്റെ യേശുവേ. മുമ്പേ പറഞ്ഞില്ല, എൻ്റെ സായി ഭഗവനെ പറയത്തില്ല. എൻ്റെ യേശുവേ, ഞാനിപ്പോൾ ഈ പുസ്തകം തുറക്കും, കിട്ടുന്ന സെന്റൻസ് വചനം പറയാൻ എനിക്കറിയത്തില്ല, എനിക്കാരും വചനമൊന്നും പറയുന്നില്ല, കിട്ടുന്ന സെന്റൻസ് ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ പ്രാർത്ഥിച്ച് ഈ കണ്ണിന് ഇപ്പുറത്തൊന്നും എനിക്ക് തോന്നി. ഇപ്പം അത്രയും വിശ്വാസം ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലെന്ന് തോന്നുന്നല്ല, ഇല്ല സ്വതന്ത്രം അല്ലെ. അപ്പം എനിക്ക് വളരെ ഭക്തിയോടെ വിശ്വാസത്തോടെ ഞാൻ ഈ പുസ്തകം തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വേദഭാഗമാണ് യോഹന്നാൻ 14:6. ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെ ജീവനും. എന്നെ ആകർഷിച്ച വാക്ക് സത്യം. സത്യസായിബാബെ ദൈവമെന്ന് വിചാരിച്ച ഞാൻ മോനെ സത്യം ഞാനാണ്, സത്യം ഞാനാണ്, സത്യം ഞാനാണ്. അപ്പൊ എൻ്റെ മോന്റെ പേര് തന്നെ സായിന്നാണ്. അപ്പൊ സത്യം എന്നുള്ള വാക്ക് തന്നെ അവിടെ തീർന്നില്ല. ആ വാക്യം കോമ ഇട്ടിട്ട് എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിന്റെ അടുക്ക് എത്തുന്നില്ല. അങ്ങനെയല്ലേ വാക്യം അല്ലേ? അതാണ് അത് ചിലപ്പോഴേ ഒരു വാക്യം മാത്രം. അപ്പൊ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നിൽ കൂടി അല്ലാതെ. ഉത്സവ കമ്മിറ്റി പ്രസിഡന്റായാലും ഉത്സവ കമ്മിറ്റി സെക്രട്ടറിയൊക്കെ ആയാലും ഇത്രയും നാൾ ഓടിയൊക്കെ വെറുതെ ആയിപ്പോയി. ഞാൻ അത് വെറുതെ ആയിപ്പോന്ന് പറഞ്ഞാൽ അത് ചെയ്യട്ടെ. പക്ഷെ സത്യം ഇതാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാനങ്ങനെ ആ സിനിമ കണ്ട് ഒരു 30% താല്പര്യം എൻ്റെ കൂടി വന്നെങ്കിൽ, സിനിമ എന്നാൽ സിനിമയല്ല കാസറ്റ് കണ്ട് 30% താല്പര്യം വന്നെങ്കിലും ഈ വചനം കിട്ടിയപ്പോഴത്തേക്കും താല്പര്യം 60%-ഓളം കൂടി. അങ്ങനെ ഇതൊക്കെ രാത്രി ഒരു 11 മണിയാവും. അപ്പോഴും ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഒന്ന് പോയാൽ ഒരു ഫ്രീ ആയതുപോലെ തോന്നി. കിടന്നുറങ്ങി എന്ന് പറയാം, ഉറങ്ങിയില്ല. പക്ഷേ രാത്രി ആലോചിച്ച് ഞാൻ പണ്ട് നെൽമേ കോളേജ് പഠിക്കുമ്പോൾ, നെൽമേ NSS കോളേജ് ഞാൻ പഠിച്ചിട്ടുണ്ട്. പഠിച്ചപ്പോൾ അന്ന് ബിക്ക് പഠിച്ചപ്പോൾ എൻ്റെ കൂടെ ക്ലാസ്സിൽ 3 ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. വേറെ എല്ലാ ഹിന്ദുസും മുസ്ലിംസൊക്കെയാണ്. അപ്പോൾ കടക്കലും അവിടെയൊക്കെയുള്ള 3 പയ്യന്മാരുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആട്ടോഗ്രാഫ് എഴുതും, ഈ പിരിഞ്ഞു പോകുന്ന ആട്ടോഗ്രാഫ് എഴുതുന്ന പരിപാടി. അപ്പോൾ ഞാൻ വിചാരിച്ച ആട്ടോഗ്രാഫിൽ അവന്മാരെ പേരുണ്ടല്ലോ. അന്ന് ലാൻഡിൽ തന്നെ ഉള്ളൂ, ഈ ഫോണിനൊക്കെ അപൂർവമായിട്ടേ ഉള്ളൂ. എല്ലാം പോസ്റ്റ് വഴി കത്തയക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ കൂടെ പഠിച്ച അവന്മാരുടെ അഡ്രസ്സ് നോക്കി. അങ്ങനെ രാത്രി പിന്നെ 1:30 മണിയാകും എഴുന്നേറ്റിരുന്നു. ഇത് ആട്ടോഗ്രാഫ് നോക്കി ഫോട്ടോഗ്രാഫറായിരുന്നു. BA ഒക്കെ പണ്ട് പഠിച്ച 10 വർഷത്തിന് മുമ്പുള്ളതാണ്. പക്ഷേ അത് ഞാൻ നോക്കിയൊക്കെ എടുത്തു. അതൊക്കെ നോക്കിയെടുത്ത് ഞാൻ 10 വർഷമായി. അപ്പം ആട്ടോഗ്രാഫറായി ചിലക്ക് എടുത്ത് പോയെങ്കിലും അത് കണ്ടുപിടിച്ചു. അപ്പോൾ രാത്രി ഒന്നും വിളിക്കാൻ പറ്റില്ല, അന്നത്തെ അവിടെ വിളിക്കാൻ പറ്റത്തില്ല. പിന്നെ നേരം വെളുത്തിട്ട് അവരെ കാണാം എന്ന് വിചാരിച്ചു മനസ്സിൽ. പക്ഷെ കാണാൻ പോയില്ല. അപ്പോൾ എനിക്ക് ജോലി ട്രാൻസ്ഫർ ആയി തോട്ടത്തേക്ക് മാറേണ്ട സമയമാണ്. അപ്പോൾ എനിക്കൊരു പഴയ ലാംബിയ സ്കൂട്ടറുണ്ട്. ലാംബിയ സ്കൂട്ടർ ഞാൻ കണ്ടിട്ടുണ്ടോ? ലാംബറുടെ പഴയ സ്കൂട്ടർ, ലാംബറുടെ സ്കൂട്ടർ. പഴയ അപ്പച്ചന്മാർക്ക് അറിയാം, പെട്ടെന്ന് അറിയത്തില്ല. പക്ഷേ അന്ന് ലാംബറുടെ സ്കൂട്ടറോളം രാജാവാണ്. അതിനടുത്ത് കൊണ്ട് ഞങ്ങൾ പോകുന്നത് അല്ലേ, വളരെ വരെയിരിക്കും. പക്ഷേ നമ്മളങ്ങനെ ഗമയിൽ പോകും. അതിൻ്റെ സൗണ്ടൊക്കെ വരെ ആൾക്കാരെല്ലാം ഓടും, കാരണം നല്ല പ്രത്യേക സൗണ്ടാണ്. അപ്പോൾ ആ ലാംബറുടെ പേര് പോലെ തന്നെ ലാംബറുടെ സ്കൂട്ടറിൽ ഞാനിങ്ങനെ ഇവിടെ പള്ളിക്ക് തന്നെ ട്രിവാൻഡ്രത്ത് പോവാണ്. ട്രിവാൻഡ്രം പറയുമ്പോൾ ഞങ്ങളുടെ ഓഫീസ് PMC ജംഗ്ഷൻ, അതായത് നമ്മുടെ കാഴ്ചബംഗ്ലാവ് അതിൻ്റെ ഓപ്പോസിറ്റ്, കോർപ്പറേഷൻ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ ഓഫീസ്. അപ്പോൾ സ്ഥലം മാറ്റത്തിന് കാര്യത്തിന് വേണ്ടി പോകും. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്ത, ഞാൻ എൻ്റെ കൂടെ പഠിച്ചവരുടെ അഡ്രസ്സ് ആണെങ്കിൽ ഈ കടക്കലോടൊക്കെ പോകണം, അവരെന്നെ അറിയത്തില്ല. അതുകൊണ്ട് പോണ വഴിക്ക് ഏതെങ്കിലും ഒരു ക്രിസ്തീയ ചർച്ച് കണ്ട അവിടെ കയറി അച്ഛൻ പെന്തക്കോസൊന്നും അറിയത്തില്ല. പെന്തക്കോസുണ്ടെന്നൊന്നും അറിയാം, CSI അറിയാം, കത്തോലിക്ക അറിയാം, അല്ലാതെ വേറെ മർത്തോമയൊക്കെ അറിയാം. പക്ഷേ പെന്തക്കോസാണെന്ന് നമുക്കറിയത്തില്ല, നമുക്ക് അതുകൊണ്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും പള്ളിയിലൊക്കെ കണ്ടാൽ കയറി ചോദിക്കാം, യേശുവിനെ കുറിച്ച് കാര്യങ്ങൾ അറിയാം, ആ പുസ്തകം വരെ ഉണ്ടെങ്കിൽ വായിക്കാം എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ തന്നേക്കുന്ന പുതിയ നിയമത്തിനകത്ത് യേശുവിനെ കുറിച്ച് ഉണ്ടെന്നാലും എനിക്കറിയത്തില്ല. യേശുവിനെ കുറിച്ചുള്ള കാര്യമാണ് ഈ പുതിയ നിയമത്തിലുള്ളതെന്നാലും എനിക്കറിയത്തില്ല. അപ്പോൾ അവൻ പറഞ്ഞത് ആദ്യം പറഞ്ഞത് വായിച്ചു നോക്കാനേ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വന്നപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്ത് പോയിട്ടുള്ള ഒരാളുണ്ട്, പട്ടത്ത് ഒരു ഒൻപയുണ്ടല്ലോ, പട്ടം അറിയാം, ബ്രാമോട് പോകുമ്പോഴത്തേക്ക് 2 ഒൻപയാണ്. അപ്പോൾ ഞാൻ സ്കൂട്ടർ ഓടിച്ച് പോകുമ്പോഴത്തേക്ക് പട്ടം ബ്രാമോട് ഇപ്പോഴത്തേക്ക് ഈ ചർച്ചുണ്ട്, ഒരു ചർച്ചാണ്, അന്നുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. ഈ ചർച്ചിൻ്റെ മതിലിൽ നീ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും യേശുവിനെ വിശ്വസിക്കുക, യേശുവിനൊക്കെ കുറേ വാചനമൊക്കെ എടുക്കുക, യേശു സ്നേഹം തന്നെ കുറേ വാചനം. അപ്പോൾ എനിക്ക് മനസ്സിലായത് ചർച്ചാണ്. അപ്പം യൂത്ത് ഭാഗ്യവശാൽ ബോവസിൻ്റെ വയലായെന്ന് പറഞ്ഞതുപോലെ ഈ ഹിന്ദുവായതുപോലെ ഞാൻ എൻ്റെ സ്കൂട്ടർ അങ്ങോട്ടങ്ങ് കയറ്റി ഈ ചർച്ചിലോട്ട്.
അതൊരു കത്തോലിക്ക ചർച്ചയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു കത്തോലിക്ക പ്രയോജനത്തോട് വിളിക്കുന്നു. സോറി പള്ളിയിൽ അതാണ് ഭാഗ്യവശാൽ അതിന് ബന്ധക്കോസ് ചർച്ച ആയതുകൊണ്ട് എനിക്കറിയത്തില്ല, ആരൊന്നും അറിയത്തില്ല. നമുക്ക് ഈ മുസ്ലിങ്ങളാണെങ്കിൽ സിയാ സുന്നി എന്നൊക്കെ രണ്ട് ജാതിയുണ്ട്, ഹിന്ദുക്കൾക്ക് ഇഷ്ടംപോലെ ഉപജാതികളുണ്ട്. പക്ഷേ ക്രിസ്ത്യൻസ് എല്ലാം ഒരു ജാതിയാണെന്നാണ് എൻ്റെ ധാരണ. ഇപ്പോഴല്ലേ അറിയത്തുള്ളൂ. ജാതിയല്ല, സഭയാണ് ഇപ്പം ജാതി. സഭയാണ് ജാതി. ഞങ്ങൾ എന്നെ കൂട്ടലാണ്, അവിടെ ചെന്നിട്ട് മാറിയിരിക്കുമായിരിക്കും. മാറ്റിയിരുത്തും. കുടിക്കുന്ന കർത്തനാശം പഠിക്കുന്നുണ്ട്, ഈ ക്ലാസ് കൊടുക്കുന്നുണ്ടല്ലോ. ഭയങ്കര പ്രശ്നമാണ്. നന്നായിട്ട് തിരിച്ചു മറ്റൊക്കെ പിടിക്കുക. എവിടെയാണ് കുടിച്ച് നോക്കിയിട്ട് പിടിക്കും. ഇതിൽ എപ്പോഴാണ് സ്ഥലമുള്ളത് അവിടെ ഇരുത്തിൻ്റെ ഒന്നിച്ച്. ഇതൊക്കെ പറയാൻ കല്യാണം വേണം. കാരണം പണ്ട് നല്ല കല്യാണം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ് അറ്റീൽ കോളേജിലെ ഫസ്റ്റ് ക്ലാസ് കോളേജിലൊക്കെ നല്ല കേസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇവിടെ പറഞ്ഞു. ചക്രമൊന്നും പറഞ്ഞില്ല, വീരക്രമൊന്നും പറഞ്ഞില്ല. സ്വത്രം വീരക്രമൊക്കെ പറഞ്ഞാൽ ഇത്തിരി ഉണ്ട്. സ്വത്രം. പക്ഷേ ഇത് സ്നേഹത്തിൻ്റെ മാർഗം, യേശു സഹനത്തിൻ്റെ മാർഗം, ജീവനാണ്, ഇത് വെളിച്ചമാണ്. സ്വത്രം. ആമേൻ. അപ്പൊ നോക്കി, ഞാനിങ്ങനെ ഈ നമ്മുടെ ചർച്ചിലോട്ട് കയറി വണ്ടി കയറ്റിയപ്പോഴത്തേക്ക് അത് തിങ്കളാഴ്ച ദിവസമാണ്. ഇന്ന് തിങ്കളാഴ്ച ദിവസമല്ലേ? അത് അന്ന് ഇപ്പോൾ ആ ചർച്ചിൽ 600 പേര് വിശ്വാസികളുടെ ചർച്ചാണ്. അന്ന് അത്രയും വലുതല്ല, അന്ന് 100-200 വിശ്വാസികളൊക്കെ ഉണ്ട്. ഞായറാഴ്ച ഉണ്ടാവും. പക്ഷെ അദ്ദേഹം പുല്ലൂരിൽ നിന്ന് ദേവാസനാണ്. വർഷങ്ങളോളം അദ്ദേഹം 23 വർഷങ്ങൾ ഫാസ്റ്റായി. ഞാൻ പേര് പറയുന്നില്ല. ഇപ്പോൾ അദ്ദേഹം സ്ഥലം മാറി വേറെ ചർച്ചിലാണ്. ചർച്ച തന്നെ, പക്ഷെ മറ്റൊരു ചർച്ചിലാണ് ഈ ചർച്ച. അപ്പോൾ ആ ദേവദാസനെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാൻ രാത്രി കാസറ്റ് കണ്ടു, 10 മിനിറ്റ് കാസറ്റ് കണ്ടു. ഒരു 10 മിനിറ്റ് സംസാരിച്ചു. യേശുവിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, യേശുവിനെ കുറിച്ച് അറിയാം, പുസ്തകം വല്ല ഉണ്ട്. അപ്പോൾ പുസ്തകം ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഒരു ചുവന്ന ബൈബിളുള്ള ഒരു പുസ്തകം എൻ്റെ അറിയിൽ തന്നു. അദ്ദേഹം പറഞ്ഞു, അതിനെ മോനെ വിളിച്ച മോനെ, അതാണ് ബൈബിൾ, അത് ബൈബിളിൻ്റെ ഇതാണ്, പ്രിയമോണം, അതിൽ യേശുവിനെ കുറിച്ച് എല്ലാം ഉണ്ടെന്ന്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇത് യേശുവിനെ കുറിച്ചുള്ള പുസ്തകമാണ്. എനിക്കറിയത്തില്ലല്ലോ, അത് വചനമാണ്, അത് യേശു സംസാരിച്ച വചനമാണ്. യേശു സംസാരിച്ച വചനം എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് വീട്ടിൽ എത്തിക്കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ പോയ വിഷയം എൻ്റെ സ്ഥലമാറ്റത്തിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഹലോ എനിക്കന്ന് 5,80,000 കടഭാരമുണ്ട്. 5,80,000 കടമുണ്ട്. കാര്യം അച്ഛൻ രാഷ്ട്രീയ പ്രവർത്തനമാണ്. അച്ഛൻ്റെ ചെരുപ്പ് വാങ്ങിക്കണം, ഞാൻ പൈസ കൊടുക്കും. ഞാനാണ് മൂത്തയാൾ. ഞങ്ങൾ 4 പേരുണ്ട്. ഞാൻ മൂത്തയാളാണ്. അപ്പം വീട്ടിലെ കാര്യങ്ങൾ അല്ലേ, സഹോദരി അയച്ചതിൻ്റെ കടം, വീട് റിപ്പയർ ചെയ്തതിൻ്റെ പൈസ എല്ലാം ഞങ്ങൾ എൻ്റെ വരുമാനത്തിലാണ്. അപ്പോൾ അച്ഛന് വലിയ പൈസയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ 5,80,000 കടം ഞാൻ വെള്ളമടിച്ചതിൻ്റെ സെറ്റ് വെച്ചിട്ടൊന്നുമല്ല, എൻ്റെ വീട്ടിൻ്റെ ബാധ്യത വന്നതിൻ്റെ കടമാണ്. പക്ഷേ ഈ കടം എനിക്ക് നിൽക്കുമ്പോഴാണ് ഞാൻ യേശുവിനെ അറിയുന്നത്. ഞാൻ ഈ ദിവസങ്ങൾ പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ 5,80,000 കടമുണ്ടെന്ന് സംസാരത്തിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 10 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചു. ഇദ്ദേഹം പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പാസ്റ്റർ പ്രാർത്ഥനയാണ്. അദ്ദേഹം മുട്ടൊക്കെ മടക്കി, ചെറിയ ഈ ദേവാസിൽ അത്രയേ ഉള്ളൂ, ചെറിയ മനുഷ്യനാണ്, അതിന് ശരീരമൊന്നുമില്ല. അദ്ദേഹം മുട്ടൊക്കെ മടക്കി പ്രാർത്ഥിക്കും. അപ്പോൾ അദ്ദേഹം മുട്ടൊക്കെ മടക്കി ഞാനും ആലോചിച്ചില്ല, ആരുമില്ല, ഞങ്ങൾ മാത്രം ഒരു വലിയ ഹാളാണ്. ഇന്ന് 10-850 ഹാളുള്ള ചർച്ചാണ്. പക്ഷേ അന്ന് ഞാനും നിവാസങ്ങളെ മുട്ടുമുടക്കി പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ സഹോദരന് ഇപ്പോൾ പരിചയപ്പെടാനായിട്ട് സ്തോത്രം. ഇന്നലെ അദ്ദേഹം വീട്ടിൽ ഇതൊക്കെ TV റേഷനെ കുറിച്ച് മനസ്സിലാക്കിയതിനാണ് സ്തോത്രം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറയുന്നു. ഈ സഹോദരൻ്റെ 5,80,000 കടഭാരം മാറിയതിനായി സ്തോത്രം. ഞാൻ കണ്ണു പറഞ്ഞു നോക്കി, എനിക്ക് ഒരു കുഴപ്പമുണ്ട്, എനിക്ക് എൻ്റെ കടഭാരം മാറിയത്. എനിക്കന്നൊരു Fiat കാറും വേണ്ട. Fiat കാറിൻ്റെ ബുക്ക് നാട്ടുകാരുടെ ഇരിക്കുന്നു. കലക്കൂട്ടത്ത് ഒരു പട്ടാളക്കാരൻ്റെ വീട്ടിലിരിക്കുകയാണ്. എൻ്റെ അത് വെച്ചിട്ട് 4 പരീക്ഷയ്ക്ക് 4 പരീക്ഷ, പിന്നെ 3 പരീക്ഷ, 5 പരീക്ഷയൊക്കെ ഉണ്ട്. ഈ കണ്ടെങ്കിൽ 5,80,000 തീർന്നു. അത് ശമ്പളം വാങ്ങിച്ചാൽ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ബിസ്ക്കറ്റ് വാങ്ങിയാൽ കാണത്തില്ല. കാരണം പരീക്ഷയ്ക്കുള്ള കാര്യമുള്ളൂ ഇന്നത്തെ കാലത്ത്. മനസ്സിലായില്ലേ? സ്വന്തം ഈ 5,80,000 29 വർഷം മുമ്പ് 30 വർഷം മുമ്പ് 5,80,000 ഞങ്ങൾ കൊച്ചു കാര്യമാണ്. ഇവിടെ 2 സെന്റ് അല്ലെ, 1 സെന്റ് സ്ഥലം വാങ്ങിക്കാൻ അന്ന് 2,000 രൂപ ഉള്ളൂ. അന്ന് ഇന്ന് കിട്ടുന്നില്ല അല്ലേ ഞങ്ങളുടെ നാട്ടിലെ സ്വതന്ത്രം. ദൈവമക്കൾ അന്ന് വിലയുണ്ട്. അന്ന് 5,80,000 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു 50 ലക്ഷത്തിന് മുകളിലുള്ള വിലയുണ്ട്. 30 വർഷം മുമ്പ് ഇല്ലേ? ഉണ്ടായില്ലയോ? ഞാൻ നൈമേക്കോളേജിൽ പഠിക്കുമ്പോഴേ 5-6 പറങ്ങാണ്ടി പോകലിട്ടാണ് പോകണം. കാരണം 4 ദോശ വാങ്ങിക്കും 4 ദോശ അന്നത്തെ കാലത്ത് 40 പൈസയാണ്. 10 പൈസയാണ് ദോശ. 10 പൈസ ദോശ എന്ന് ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഉണ്ടല്ലേ സ്വതന്ത്രം അല്ല, 3-4 പേര് ഇരിപ്പുണ്ട്. ഞാൻ കൃത്യം പറഞ്ഞത് 4 ദോശ വാങ്ങിക്കും, 4 പ്രാവശ്യം സാമ്പാർ വാങ്ങിക്കും. കാരണം വീട്ടിലാണെങ്കിൽ ഇത്രയും രുചിയില്ല. വീട്ടിൽ കഞ്ഞി ചോറൊക്കെ ഒന്നും തിന്നില്ല. നൈമേക്കോളേജ് പ്രീ ഡിഗ്രിയാണ്. അന്ന് +2 ഒന്നുമില്ല. ഞാനൊക്കെ പഠിച്ച പ്രീ ഡിഗ്രിയാണ് കേട്ടോ, +2 ഒന്നുമില്ല.
SSC കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിയാണ്. 210 വായിച്ച് അങ്ങ് കയറിയ പിന്നെ അല്ലേ, അഞ്ചേട്ടൊക്കെ പോകുമ്പോഴും നമ്മൾ നിക്കറൊക്കെ ഇട്ടല്ലേ, ഒറ്റ മുണ്ടൊക്കെ എടുത്താണ് പോകുന്നത് സ്വതന്ത്രം, ഒറ്റ കലയുള്ള മുണ്ടൊക്കെ എടുത്താണ് പോകുന്നത് സ്വതന്ത്രം. അപ്പം 40 വയസ്സ് ഉണ്ടെങ്കിൽ 4 ദോശയും സാമ്പാറും, ഇതാണ് ഉച്ചയ്ക്കുള്ള ആഹാരം. ഇത് 40 വയസ്സേക്ക് ഹോട്ടലിൽ കയറി വിടുന്നില്ലേ? അപ്പൊ പൈസക്ക് വിലയുണ്ടോ? ഉണ്ട്. സ്വതന്ത്രം വിലയില്ല. അപ്പൊ അന്ന് 5,80,000 കടം പറഞ്ഞാൽ കുറച്ച് കാര്യമല്ല. സ്വതന്ത്രം അച്ഛൻ രാഷ്ട്രീയക്കാരനായി ഞാൻ അഭിമാനിക്കുന്നു, അതിലൊന്നും കുഴപ്പമില്ല. അച്ഛൻ സ്നേഹമുള്ള അച്ഛനാണ്, ഒട്ടേ കാര്യമൊക്കെയാണ്. അച്ഛൻ മരിക്കാൻ നേരത്ത് അമ്മ ഞാൻ അച്ഛന് വേണ്ടി ചിലവാക്കിയോ അതിൻ്റെ ഇരട്ടി അച്ഛൻ എനിക്ക് വേണ്ടി പൈസ ബാങ്ക് ഉണ്ടാക്കിയിട്ടാണ് പോയി ഞാൻ പോലും അറിഞ്ഞത്. ആമേശ്വരം ഞാൻ അച്ഛനെ കുറ്റം പറയില്ല, അച്ഛൻ ഞാൻ അവിടെ വലിയ ഫ്രണ്ട്ഷിപ്പാണ് ഞാൻ പറയാം. ആമേശ്വരം ആമേൻ. അപ്പോൾ ഈ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം തൊഴിലേ. അപ്പോൾ ഈ പാസ്റ്റർ പ്രാർത്ഥിക്കണം, ഈ സഹോദരൻ്റെ 5,80,000 കടഭാരം മാറിയതിനായി സ്വന്തം ഞാൻ ചോദിച്ചാൽ വല്ല കുഴപ്പമുണ്ട്. എൻ്റെ കടഭാരം മാറിയിട്ടില്ല. ഞാൻ നാട്ടുകാരുന്ന അല്ലേ, പലിശയ്ക്കില്ലാത്ത പൈസയുണ്ട്, പലിശക്കുള്ള പൈസയുണ്ട്, കമ്പൽ വായിച്ച പണം പൈസയൊക്കെ ഉണ്ട്. 5,80,000 പൈസ വരും. അന്ന് കമ്പലൊക്കെ അന്ന് 1,500 രൂപയുണ്ട് പവൻ. ഹലോ, ഒരു പവന്റെ വില 1,500 രൂപയാണ്. സ്വതന്ത്രം ആമേൻ. ഞാനിപ്പോൾ ഈ പാരമ്പര്യം ഒന്നും പറയുന്നില്ല, പാലി വീട്ട സ്വർണ്ണം ഞാൻ പറയുന്നത്. കാരണം ഞാൻ നമ്മൾ പണയം വെച്ചതും വിറ്റതൊക്കെ എനിക്കറിയാം എത്ര രൂപ കിട്ടും. സ്വതന്ത്രം ആമേൻ. 1,500 കൊടുത്താൽ ഒരു പവൻ സ്വർണ്ണം കിട്ടും, ഇന്ന് കിട്ടും. ഇത് 80,000 പിന്നെ GST അയക്കും, മറ്റേ ST അയക്കും കിട്ടും, 2 ST കൊടുക്കും അല്ലേ. കേരളം കൊടുത്താലേ കിട്ടുള്ളൂ. അന്ന് GST ഇല്ല, ഒരു ST ഇല്ല. സ്വതന്ത്രം പോട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ കടഭാരം മാറി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സംശയം പാസ്റ്റ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യമായിട്ട് കണ്ട ഈ ഒരു സഹോദരന്റെ കടഭാരം മാറാൻ ആ ദൈവദാസന് ഇത്രയും ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ഇദ്ദേഹം പ്രാർത്ഥിക്കുന്ന യേശുവിനോട് എന്നോട് സ്നേഹം എന്തായിരിക്കും? എന്നെ ക്രിസ്തീയ മാർഗത്തിൽ ഉറപ്പിച്ച കാര്യമാണ്. വാസത്തിൽ കണ്ട് രക്തം ഒലിച്ചു വന്നു, അല്ലെങ്കിൽ പുസ്തകം തുറന്നപ്പോൾ ഞാൻ തന്നെ വഴി സത്യം കിട്ടി. പക്ഷേ ഈ ദൈവദാസന്റെ പ്രാർത്ഥന എന്നെ ഉറപ്പിച്ചു.